അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരുവാവണി രാവിന് ഒരു ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. തിരുവാവണി രാവ്. അത് ശ്രദ്ധിച്ചു. സ്റ്റാർട്ട് ഫ്രം ദി പാട്ട്. അത് 2 ദിവസം റിഹേഴ്സൽ വെച്ചു, അതിൽ ഞാൻ വന്നില്ല. ഷൂട്ടിലായിരുന്നു. ഞാൻ കേട്ടത് ഷൂട്ടിലായിരുന്നു, പക്ഷെ ഒരു ക്ലോസ്ഡ് സ്പേസിലായിരുന്നു. ഇപ്പൊ ജീവനെ കൊണ്ട് ഇപ്പൊ ഈ എന്തും ചെയ്യും എന്നുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു ലൈവ് ഷോ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഗിഫ്റ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഒരു കോളർ വരുന്നു, ആ കോളർ എടുക്കുന്നു. ഞാൻ ചേട്ടാ മഞ്ജു എനിക്കാണെ മനച്ചേട്ടൻ 2 കുഞ്ഞി കുട്ടികളെ എനിക്ക് സമ്മാനമായിട്ട് തന്നതൊക്കെ പറഞ്ഞു. ആ പറഞ്ഞുകൊണ്ട് വന്ന ഫ്ലോ കംപ്ലീറ്റ് പോയിട്ട് മഞ്ജുവിന് 2 കുഞ്ഞി കുട്ടികളെ സമ്മാനമായിട്ട് കൊടുത്ത മനോജിന്റെ പാട്ട്. എന്നിട്ട് മഞ്ജുവോ മനോജോ പിന്നെ നമ്മുടെ വിഷയമല്ല. ഇപ്പൊ നമ്മള് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെ അല്ല ഒരു സിനിമയിലെ ഒരു ഭാഗം കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അത് പ്രമേയുഗം പോലെ ഒരു സിനിമയില് ഹൗ വാസ് ഇറ്റ്? ഞാൻ എടുത്ത പല ഫ്രെയിംസും ആ സിനിമയിലുണ്ട്. പിന്നെ ചാത്തന്റെ ഒരു പരിപാടി ഞാൻ ചെയ്തു. ലാസ്റ്റ് വരുന്ന ചാത്തന ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇങ്ങനെ റാ പോലെയൊക്കെ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആദ്യം ചോദിച്ചത് ഇതിനകത്ത് നീ അവിടെ കൊറിയോഗ്രാഫി ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരുവാവണി രാവിന് ഒരു ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഓണത്തിന് ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട്, അതിന്റെ സന്തോഷത്തിലാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഓണപ്പാട്ട്, അതൊരു സിനിമയിലെ പാട്ടാണ്, സാഹസത്തിലെ പാട്ടാണ്. അപ്പൊ ഏതാ മൂഡ്? സെറ്റ് അല്ലേ? ഏത് രാവായിരുന്നു? തിരുവാവണി രാവ്. അത് ശ്രദ്ധിച്ചു അല്ലേ? വേറെ ആരെടുത്തുന്നാണെങ്കിലും അവരാരും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ തിരുവാവണി രാവ്. ടീം സാഹസം, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ. സെറ്റല്ലേ? നേരത്തെ ഈ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിൽ ഈ പാട്ട് കണ്ടപ്പോ വിചാരിച്ചതും ആദ്യം ഞാൻ നോട്ട് ചെയ്ത കമന്റും അതാട്ടോ പാട്ടിന്റെ താഴത്ത്. ആ പാട്ടിനൊരു മോക്ഷം കിട്ടിയല്ലോ എന്നുള്ളത്. അതായത് ഓണത്തിന് കിട്ടിയ ഒരു കിടിലൻ പാട്ട്. ആദ്യം കാണുമ്പോൾ നമുക്കൊരു മ്യൂസിക് വീഡിയോ ഫീലാണ്. അതായത് ഭയങ്കര എവിടെ യൂഷ്വലി കാണുന്ന പുറകില് ആർട്ടിസ്റ്റുകൾ ഡാൻസേഴ്സ് വേറെയുള്ളൂ. ഇത് എവിടെ നോക്കിയാലും ആൾക്കാർ, എവിടെ നോക്കിയാലും ആർട്ടിസ്റ്റുകൾ. കുറെ ഡാൻസേഴ്സ് ഇല്ലേ, അതിൽ പകുതി പേര് നമ്മുടെ പടത്തിലുണ്ട്. പിന്നെ ബാക്കിയുള്ള റംസാന്റെ പിള്ളേര്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി പാട്ട്. അപ്പൊ കൊറിയോഗ്രാഫർ, ആക്ടർ, നായകൻ, ആ പാട്ട് ഡയറക്ട് ചെയ്തതും എല്ലാം ആ പാട്ടിന്റെ റംസാനാണ്. ഇതിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫുൾ ആർട്ടിസ്റ്റുകളായിരുന്നു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം നമ്മള് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ നമ്മള് കുറച്ച് പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പേസിങ് കൊടുക്കുക. 3 മിനിറ്റ് നിൽക്കുന്ന ഒരു സോങ്ങിൽ എല്ലാരെയും കൃത്യമായിട്ട് പൊസിഷനിങ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന റിസ്ക്. അല്ലാതെ പാട്ടിന് എന്ത് സ്റ്റെപ്പ് ഇടുന്നു അതൊന്നും ഓർത്ത് എനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം പാട്ട് കേട്ടപ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു ഡയറക്റ്റ്ലി അതിനകത്ത് ഇന്നായി. പിന്നെ സ്റ്റെപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്ക് ഫാക്ടർ അല്ലായിരുന്നോ? അല്ല, നിങ്ങളെ പഠിപ്പിക്കുന്നായിരുന്നു ഒരു മറ്റേത് പിന്നെ അവൻ എങ്ങനെ ഡീൽ ചെയ്യാം. ഇത് എല്ലാരും ഡാൻസ് പഠിപ്പിക്കണം. ഞാൻ അടക്കമുള്ള ടാലന്റഡ് ഗൈസിനെ ഡാൻസ് പഠിപ്പിക്കണം. അത് 2 ദിവസം റിഹേഴ്സൽ വെച്ചു, അതിൽ ഞാൻ വന്നില്ല. ഷൂട്ടിലായിരുന്നു. ഞാൻ കേട്ടത് ഷൂട്ടിലായിരുന്നു, പക്ഷെ ഒരു ക്ലോസ്ഡ് സ്പേസിലായിരുന്നു. എന്താ പറയുക, ഞാൻ ചിലപ്പോ ഒബ്വിയസ് ആക്കല്ലേ. Coming back to the point. അല്ല, അത് തന്നെയായിരുന്നു എല്ലാരും പൊസിഷനിങ് ചെയ്യാനുള്ളതായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് എന്റെ അസോസിയേറ്റ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമൃത് ഉണ്ടായിരുന്നു. പിന്നെ 2 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. സോ അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഫെജോ പാടി. അപ്പോ അതിന്റെ ഒരു എനർജി ആ സോങ്ങിലുണ്ട്. അപ്പോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വിഷ്വൽ അത്രയും എനർജറ്റിക് ആയിട്ട് നിൽക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനകത്തുള്ള ജീവ പറഞ്ഞ പോലെ വേറെ കുറെ ബാക്കിൽ പെർഫോം ചെയ്യുന്നവരും നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറെ പേരൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ്. സോ അവരൊക്കെ പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. എല്ലാവരും ഭയങ്കര കംഫർട്ട് ആയിരുന്നു. അതുകൊണ്ട് സ്റ്റെപ്പിന്റെ കേസിൽ അധികം പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ലാസ്റ്റ് നിമിഷം കയറി വന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ആരാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. അന്ന് ഞങ്ങള് ഒരു ഹാഫ് ഡേ റിഹേഴ്സലും 2 ദിവസത്തെ ഷൂട്ടും അങ്ങനെ റംസാൻ അത്ര
ക്ലിയർ ഐഡിയ ഉള്ളതുകൊണ്ടും ക്ലാരിറ്റി ഉള്ളതുകൊണ്ടും മാത്രം ഞങ്ങൾക്ക് അത്രയും ഷോർട്സ് എടുക്കാൻ പറ്റി. ആ സോങ്ങിൽ തന്നെ കാണുവാണെങ്കിൽ ശരിക്കും അതൊരു പ്രോപ്പർ എന്താ പറയാ ഒരു മെഗാ പരിപാടിയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഷോട്ടും ഉപയോഗിക്കാതെ പോയിട്ടില്ല. നിങ്ങൾ കാണുന്നതിനൊക്കെ കൂടുതൽ ഷോട്ട് എടുത്തിട്ടുമില്ല. കാരണം നമുക്ക് അത്ര ടൈം രണ്ടാമത് 2 ദിവസം കൊണ്ട് അത്രയും കാര്യങ്ങൾ ഇത്രയും അതിന്റെ ഇടയ്ക്ക് മഴയും events ആണ്. ഉണ്ടായിരുന്നു. അതിനൊക്കെ മഴ വെല്ലുവിളികൾ നിറഞ്ഞൊരു സാധനമായിരുന്നു റംസാന് കിട്ടിയ ഫസ്റ്റ്. കാരണം ഔട്ട്ഡോർ ചെയ്തില്ലെങ്കിൽ ആ സോങ്ങിനുള്ള എനർജി പോകും. ഇൻഡോർ മാത്രമായി കഴിഞ്ഞാല് അപ്പം മഴയത്താണെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ എപ്പോഴെങ്കിലും വെയിൽ കിട്ടും, നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാനായിരുന്നു. പിന്നെ നമ്മുടെ ക്രൂ മൊത്തം എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും സാഹസമായിരുന്നു അല്ലേ? ഒരു സാഹസമായിരുന്നു, മൊത്തത്തിലൊരു സാഹസമായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് മാറി അവിടെ ഇരിക്കുമ്പോ? ഹൗ ഡസ് ഇറ്റ് ഫീൽ? നല്ല രസമുണ്ട്. നല്ല സ്പേസ് ആണിത്. എന്നെയാണ് കുറച്ച് മുമ്പ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ചോദിച്ചാൽ അവിടെ കടിച്ചു തൂങ്ങി ഇവിടെ എത്തുമ്പോ സമ്മതിക്കരുത്. ഒരു വിധത്തിലാണ് വലിഞ്ഞു കയറുന്നത്, എത്തിയിട്ടില്ല, പകുതി ആയതേ ഉള്ളൂ. യൂഷ്വലി ഇപ്പൊ ഒരു ബീങ് ഇൻ ആങ്കർ കുറെ വർഷമായിട്ട് ഓണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഓണം സ്പെഷ്യൽ ഷോസ്, ഓണം സ്പെഷ്യൽ സെഗ്മെന്റുകൾ ഇങ്ങനെയാണല്ലോ പോവാ. അത് പോയിട്ട് ഓണത്തിന് നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ നമ്മുടെ ഒരു പാട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹൗ ഡസ് ഇറ്റ് ഫീൽ? എല്ലാം ഭയങ്കര പുതിയതാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എല്ലാം. പണ്ട് ഞാൻ ആദ്യത്തെ ചാനലിലെ സൂര്യ മ്യൂസിക്കിൽ അവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ഓഗസ്റ്റിനാണ് ആ ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ലോഞ്ച് ചെയ്ത് അടുത്ത ആഴ്ച ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. 10 ദിവസം ഓണത്തിന്റെ അത്തം മുതൽ 10 ദിവസം പുറത്ത് ലൈവാ. ചെറിയ മഴയുണ്ട്, ഇപ്പൊ മുണ്ട് കൊടുത്ത് എല്ലാ ദിവസവും രാവിലെ ലൈവിന് ഇറങ്ങും. അപ്പൊ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പിന്നെ റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ഇവന്റ് ആയി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ നല്ല നല്ല പാട്ടുകൾ വരുമ്പോൾ ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നു, ആ പാട്ടിൻ്റെ കൂടെ വൈബ് ചെയ്യുന്നു. ഇപ്പൊ ഈ വർഷം വരുമ്പം അതിലൊരു ഇപ്പൊ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോസിലൊക്കെ ഇടുന്ന പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാട്ട്, എവിടെ തിരിഞ്ഞാലും പാട്ട്. അപ്പം അത് ഭയങ്കര സന്തോഷമാണ്. ചാർജ് അതല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു 50 പേരിൽ കൂടുതൽ ഈ സരിഗമപാട് സെറ്റിൽ എല്ലാവരും പാട്ടുകാരാണല്ലോ. അതായത് പാട്ടറിയാത്തവരാരുമില്ല. കോണ്ടസ്റ്റന്റ്സും ഉണ്ട്, ജഡ്ജസും ഉണ്ട്. ഒരാള് മാത്രം. ജീവ, ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അതായത് നമ്മൾ ചിലപ്പില്ലേ ഇത് ഈ പാട്ട് കേട്ടിട്ട് നമ്മള് ലിസണേഴ്സ് ആണല്ലോ, നമ്മൾ അഭിപ്രായം ഒക്കെ പറഞ്ഞു പോലോ, ഇവരെടുത്തിട്ട് തേക്കില്ലേ, എന്ത് ചെയ്യാ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയില്ലല്ലോ, അറിയാത്തവൻ എന്തും ചെയ്യാം, എന്തും പറയാം. അറിയാത്തപ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. നല്ലൊരു ആക്ടറാണ്, അപ്പൊ അവിടെ അതുകൊണ്ടാണല്ലോ തീരെ അറിയാത്തോണ്ടാണല്ലോ സുജാ ചേച്ചി പാടാൻ പറഞ്ഞപ്പോ ഞാൻ പാടിയത് അത്രയും പേരുടെ മുമ്പിൽ. ഞാൻ നോക്കുമ്പോൾ സുജാ ചേച്ചി ഇരിപ്പുണ്ട്, ഷാനിക്ക് ഇരിപ്പുണ്ട്, ഗോപി സുന്ദർ ഇരിപ്പുണ്ട്. അപ്പൊ ഇവര് 3 പേരും മലയാളത്തിൽ, സുജാ ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ, ലെജൻഡ്. പിന്നെ ഇടത്തെ സൈഡ് നോക്കുമ്പോ 18 ഗ്രാൻഡ് ജൂറി, ഇവരെല്ലാം പാടും. വെറുതെ സ്റ്റെയർ കയറുമ്പോ സ്വരം പാടി വരുന്നവരെ അവര്. റൈറ്റ് സൈഡിൽ 10-18 പിള്ളേര്. ഇവര് എനിക്ക് അവനെ മലർത്തി അടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റില് അങ്ങനെ ഇരിക്കുന്നത്. ആർട്ടിലെ ചേട്ടൻ പാടും, മേക്കപ്പിലെ ഷിബാസ് പാടും, എല്ലാരും പാടും. സരിഗമപയുടെ സെറ്റ് ആയതുകൊണ്ട് കാണാൻ തന്നെ ഇങ്ങനെ പാടി എന്തൊക്കെയുണ്ട് എന്നല്ലാതെ വേറൊന്നും നമ്മുടെ അടുത്തൊന്നും വരുന്നില്ല. നമ്മളോട് കയറി ഫ്ലോറിൽ വെച്ച് എന്നാ നീ ധൈര്യം ഉണ്ട് ഒരു പാട്ട് പാടാം. അറിയാത്തവൻ എന്ത് നോക്കാൻ, ഞാൻ പാടി. പിന്നെ നടന്നത് ചരിത്രം. ഇപ്പൊ അങ്ങനെ പറഞ്ഞാലോ, ഇപ്പൊ അതുകൊണ്ട് എല്ലാ കോളേജിലും എന്നോട് പാടാൻ പറയുന്നുണ്ട്, ഞാൻ പാടുകയും ചെയ്യും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എനിക്ക് സംഭവില്ലേ, അത് പോയെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നിന്റെ മുമ്പ് ധൈര്യമായിട്ട് പാടിയത്. സീൻ ഓക്കെ. ഫൈനലി നമ്മൾ കാണുമ്പോ, മിക്കവാറും കാണുമ്പോ, അതായത് സിനിമകളിലൊക്കെ കാണുമ്പോ രസേന നമ്മൾ നേരിട്ട് എങ്ങനെയാണോ കാണുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സിനിമയിലെ ക്യാരക്ടർ. ചക്കപ്പഴത്തിൽ മാത്രം ഏറെക്കുറെ ഇച്ചിരി ഫണ്ണി ഒക്കെ ആയിട്ട് വരും. ഇതിലെങ്ങനെയാ സാഹസത്തില്? ഇതിലങ്ങനെ ഫണ്ണി ക്യാരക്ടർ ഒന്നും അല്ല. ഇതില് സീരിയസ് ആണോ? ഇതിലും വലിയ സീരിയസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പറയില്ലേ, അങ്ങനെയാണ് ശീലിച്ചു. ഇതൊരു IT പ്രൊഫഷണൽ ഒരു IT ഫേമിന്റെ ഹെഡ് ആയിട്ടാണ് ഞാൻ. ഗായത്രി ഗണേഷ് എന്നാണ്. ഇവരെല്ലാം ലേഡി ഗാഗ എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എനിക്ക് കുറെ എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിത് ബാബു ചേട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും വലിയ ഒരുപാട് പറയാനുള്ള ക്യാരക്ടർ ഒന്നുമല്ല, പക്ഷെ ഒരു വെരി സ്ട്രോങ് ലേഡി. ഇതെങ്ങനെ ഉണ്ടായിരുന്നു ദി ആക്ഷൻ ഹീറോയുടെ പേരായിട്ട്? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. എന്താടാ ഒന്നുമില്ല,
അതെന്താണ് അങ്ങനെ ഒരു ചിരി? എനിക്കറിയില്ല ഇതിന് ഞാൻ ഇവിടെ ഉള്ളവരെ കണ്ട് ചിരിച്ചത് ഇവിടെ അല്ല അങ്ങോട്ട് വെക്ക്. ചെറിയ ക്യാരക്ടർ എന്നല്ല, ഇതിലെ എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൽ ഒരാളെ മാറ്റി വെച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല. അങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും ഓരോ ഇവന്റ്സിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെറിയ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അല്ല ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് എന്നിട്ട് പിന്നെ ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നിക്കട്ടെ. തൂക്കി അടിച്ച് ഓണം. നമ്മള് മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ പറയത്തില്ല, ലേഡി ഗാഗയെ പറ്റി ഞാൻ എന്താ പറയുന്നത്, ഞാൻ റോണിയെ പറ്റി പറയാം. നായകന്റെ റോളിനെ പറ്റി പറ. ഞാനായിരിക്കും ഞാനും ഗൗരിയാണ് സിനിമയിലേക്ക് അവസാന ഘട്ട ലാസ്റ്റ് എഡീഷൻ. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു. ബിബിൻ ചേട്ടൻ ഭയങ്കര ക്ലിയർ ആയിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കും തോന്നി ശരിയാണല്ലോ, ഞാൻ ഇങ്ങനത്തെ ഒരു ജോണർ ചിന്തിച്ചിട്ട് പോലുമില്ല. ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കും, നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാം. ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇത് ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്ത പടമാണ്. പിന്നെയാണ് അറിയുന്നത് ഇവരൊക്കെയാണ് കൂടെ ചെയ്യുന്നതും. ജീവണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ജീവയാണ് ഒരു എന്നെ വിളിക്കുന്നത്, എടാ ഒരു പരിപാടി ഉണ്ട് കേട്ട് നോക്കുന്നു പറഞ്ഞത്. അപ്പം ഇത്ര നല്ല പരിപാടിയൊന്നും വിചാരിച്ചില്ല. ഈ ഇതിന്റെ സിനിമയുടെ കഥ കേട്ടിട്ട് അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരാള് റംസാന. ബാക്കിയുള്ളവർക്ക് കുറച്ച് സമയം എടുത്തു. സെഷൻ എടുത്തു. അതെ, 2-3 പ്രാവശ്യം എനിക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് മനസ്സിലായി. ഇതിൽ എന്നോട് ഫോണിൽ കൂടെയാണ് ഭയങ്കര ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സ്റ്റോറി, പക്ഷെ ഭയങ്കര ഫണ്ണാണ്. ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും സാധനം മനസ്സിലാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, റെക്കോർഡർ ഓൺ ചെയ്തു. എന്റെ ഒരു പെന്നും പേപ്പറുമായിട്ട് ഞാൻ ഇവിടെ ഇരുന്നു. അത്രയും പറഞ്ഞു. ഇപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനെ ഞാൻ നോട്ട് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഒന്നുകൂടെ കേട്ടിട്ട് ഇത് വെച്ചപ്പോ സെറ്റ്. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോ റൂമിൽ ഇറങ്ങാതെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ്. അങ്ങനെ അത്രയൊന്നും വേണ്ടി വന്നില്ല. എനിക്ക് അത്രയും ചെറിയ ബുദ്ധിമുട്ടല്ല അതിന്റെ പോലത്തെ. അപ്പൊ ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് അബുദാബിന്ന് വന്നു. ഏത് മൂഡ്? ഡെഡിക്കേഷൻ മൂഡ്. അതെന്താ റംസാന് മാത്രം മനസ്സിലാവാൻ ഒറ്റടിക്ക്? അത്രയും സിനിമ റംസാനുള്ള പെട്ടെന്ന് എക്സൈറ്റ്മെന്റിലേ അത് നമ്മൾ പറയുമ്പോ മഞ്ജു കേൾക്കത്തില്ലല്ലോ. അങ്ങനല്ലായിരുന്നു റംസാൻ കേട്ടെന്ന്. അപ്പൊ നിങ്ങളാരും കേട്ടില്ലേ? നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവാൻ ഞങ്ങളാണല്ലോ കഥ ചെയ്തത്. എന്താ പറയുക, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ മൂവി വലിയ ബേസിക്കലി ബിബിൻ ചേട്ടൻ എല്ലായിടത്തും കഥ പറഞ്ഞല്ലോ. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലായിടത്തും പറഞ്ഞ് പുള്ളിയും ഫിൽറ്റേർഡ് ആയി പുള്ളി. അപ്പം അങ്ങനെ ലാസ്റ്റ് നിമിഷമാണ് എൻ്റെ അടുത്ത് പറയുന്നതും അത് ഭയങ്കര രസമായിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എനിക്ക് പരിപാടി മനസ്സിലായി എന്താണെന്നുള്ളത്. പിന്നെ എനിക്ക് ആകെ ഡൗട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എന്തായിരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു. അത് പക്ഷേ ഞാൻ സെറ്റിലോട്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓക്കെ ഇതാണ് പരിപാടി, ഇങ്ങനത്തെ രീതിയിലാണ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ജീവൻ എന്നാണ്. കൂടുതൽ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഇൻട്രോവേർട്ട് ആണെന്ന് ചിലപ്പോൾ തോന്നാം. ഫ്രണ്ട് സർക്കിളിൽ മാത്രം എക്സ്ട്രോവേർട്ട് ആവുന്ന യെസ് ആംബിവേർട്ട് അങ്ങനെ വെച്ചു ആംബിവേർട്ട് ആയിരിക്കാം അങ്ങനെ. സോ എന്നാൽ പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ലൈഫ്. നമ്മൾ ടീച്ചറിലൊക്കെ പറയുന്ന പോലെ ഏതൊരു ലൈഫിലും ഒരു ദിവസം ഉണ്ടാവും. ആ ദിവസമാണ്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ സ്റ്റോറി അങ്ങനെ വല്ലതാണോ? അത് സിനിമ ആണ്. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ? അല്ല സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് മനുഷ്യനെ വിളിക്കണ്ടായിരുന്നു. ഓർത്തില്ല. അല്ല ഇവർ രണ്ടുപേരുടെ ഇടയിലെ കട്ടുറുമ്പാണോ താങ്കള്? പാട്ടീന്റെ കേറക്കുറ അങ്ങനെയാണോ മനസ്സിലായത്? അല്ലേ? അപ്പൊ ഇടയ്ക്ക് എനിക്ക് ജീവൻ പേരിന്റെ പകരം എനിക്ക് ജീവാന്ന് വരും. അപ്പൊ ഉടനെ ഇതെന്താ റോണിയുടെ സൈഡാണോ നീ അതോ ജീവന്റെ സൈഡാണോ എന്ന് എനിക്ക് പേര് മാറി പോകുന്നതാ ചിലപ്പോ. ഇവര് തമ്മിൽ ബേസിക്കലി എന്റെ ക്യാരക്ടർ പേര് ജീവൻ. മനസ്സിലാവാത്ത ഞങ്ങൾക്കത് കിട്ടുന്നില്ല. ഞാൻ അത് ശ്രദ്ധിച്ച് കേട്ടോണ്ട് ഐ വാസ് കോൺസെൻട്രേറ്റിംഗ്. കണ്ടിന്യൂ. അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അല്ല ജീവൻ എന്നുള്ളൊരു പേരും ജീവ എന്നുള്ളൊരു പേരും കൺഫ്യൂസ് ആയെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സ്നേഹം കൂടിയിട്ട് റംസാൻ വിചാരിക്കും ജീവനെ ജീവാന്ന് വിളിക്കാതിരിക്കുന്നു. പക്ഷെ അല്ലായിരുന്നു. അവൾ എന്നെ വിളിച്ചതാന്നൊക്കെ. അപ്പൊ എവിടെയോ അങ്ങോട്ടൊരു ചായ ഉണ്ടെന്നൊക്കെ. ഈ വ്യത്യാസ കേസ് പറഞ്ഞ പോലെ തന്നെ ഗൗരിക്ക് കിട്ടുന്ന
റോളുകൾ അത്യാവശ്യം മെച്ചുവേർഡ് ഒരു ഇച്ചിരി സീരിയസ് കൈൻഡ് ഓഫ് റോളുകളാണ്, ഇൻക്ലൂഡിംഗ് ലവൻഡർ കൺസ്ട്രക്ഷന്റെ ഉള്ളിൽ. ബൈ ദ വേ, ലവൻഡർ കൺസ്ട്രക്ഷൻ വാസ് ബ്യൂട്ടിഫുൾ. നല്ല സീരീസ് ആയിരുന്നു. അതായത് നമ്മള് വെറുതെ ചില്ല് ചെയ്ത് കാണാൻ നിന്നിട്ട് അത് ഫുൾ ഒറ്റയടിക്കിരുന്ന് കണ്ടുപോയ സീരീസ് ആയിരുന്നു. നല്ല രസമുണ്ട്. അപ്പൊ അതിലുൾപ്പെടെ റോളുകൾ ഈ പറഞ്ഞ മാതിരി കുറച്ച് സീരിയസ് കൈൻഡ് ഓഫ് ഒരു ഇച്ചിരി മെച്ചുവേർഡ് കൈൻഡ് ഓഫ് റോളുകളാണല്ലോ. ഇതിലെങ്ങനെയാ? ഇതിലും ഏറെക്കുറെ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. സീരിയസ് ചേച്ചി പറഞ്ഞ പോലെ സീരിയസിനെക്കാളും നമ്മൾ ഈ നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള സ്പേസ് ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ടും നമ്മുടെ ഒരു സെലക്റ്റഡ് ഒരു സ്പേസ് ആയിരിക്കും. നമുക്ക് അത് റെസ്ട്രിക്റ്റഡ് എന്നല്ല, ആ ഒരു സ്പേസിൽ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം എനിക്ക് എന്താ പറയുക, അഫ്കോഴ്സ് എൻ്റെ ക്യാരക്ടർ സേറ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു ജോയ്ഫുൾ ട്രീറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മുടെ സിനിമയിൽ അതിലോട്ട് അങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. മെയിൻലി ഞങ്ങളുടെ റൊമാൻറ്റിക് ആംഗിൾ ആണ് ഇതിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് പ്രശ്നങ്ങളും എപ്പോഴും ഉള്ള പോലെ തന്നെ എനിക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത കുറെ കഷ്ടപ്പാടുകളും അതിൻ്റെയൊക്കെയാണ്. പക്ഷെ നല്ല രസമായിരുന്നു സാഹസം. ആക്ച്വലി LUC കഴിഞ്ഞ റിലീസിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് വന്നൊരു സിനിമ. യൂഷ്വലി കഥ കേട്ട് കുറെ നാൾ ആലോചിച്ച് കുറച്ച് ടൈം എടുത്തൊക്കെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാറ്. പക്ഷെ ഇത് ഇപ്പൊ 13-ന് എന്നെ വിളിച്ചു, 16-ന് ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നു. അത്രയും പെട്ടെന്നായിരുന്നു. പിന്നെ എനിക്ക് മലയാളം സിനിമയിൽ കുറെ കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ പെട്ടെന്നൊരു നല്ല പാക്കേജ് വന്നപ്പോൾ അത്രയൊന്നും ആലോചിച്ചില്ല. ഐ ജസ്റ്റ് വെന്റ് ഫോർവേഡ് വിത്ത് ഇറ്റ്. ഇപ്പൊ ഈ സിനിമയുടെ ഉണ്ടല്ലോ, നമുക്കിപ്പോ ഇതിന്റെ പാട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ പോസ്റ്റർ കാണുമ്പോഴൊക്കെ ഭയങ്കര ജിൽ ഭയങ്കര എന്റർടൈനിങ് തോന്നും. പക്ഷെ ഇതിലിപ്പോ നരേൻ ഷെയർ ചെയ്ത് ഇതിന്റെ പോസ്റ്റർ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഗെറ്റ് റെഡി ഫോർ ദി അഡ്വഞ്ചർ, ത്രില്ലിംഗ് അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് പറയുമ്പോഴും എന്തോ പ്രശ്നം അവിടെ ഉണ്ട്. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് എ മൂവി ഈസ് ദിസ്? ശരിക്കും ജീവ പറഞ്ഞോളൂ, പറയൂ. ഇത് അതായത് ഇന്ന ജോണർ എന്നുള്ളൊരു സാധനമില്ല നമുക്ക്. ഇതില് റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ചെറിയൊരു ത്രില്ലർ എലമെന്റ് ഉണ്ടോന്ന് ചോദിച്ചോണ്ട്, ആക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചോണ്ട്. അപ്പം ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഫുൾ എല്ലാം അടങ്ങിയ ഒരു പാക്കേജാണ്. അത് നമുക്കൊരു 2 hours 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ നമുക്ക് എല്ലാ ഇമോഷൻസിനകത്തൂടെയും കറങ്ങി വരാം. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളും, പ്രശ്നങ്ങളുടെ വള്ളിക്കെട്ടിന്റെ സംസ്ഥാനത്ത് നല്ല കോമഡി ഉണ്ട് താനും. എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. എല്ലാത്തിനും തക്കതായ കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങളെ നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഈ പ്രശ്നം എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ് സിനിമ. ഓക്കെ. ഇപ്പൊ ഭീഷ്മപർവം കഴിഞ്ഞിട്ട് ഭീഷ്മപർവത്തിൽ നമ്മൾ കാണുന്നു, അത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. അത് കഴിഞ്ഞ പക്ഷെ ഭയങ്കര ബാക്ക് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മള് റൈഫിൾ ക്ലബിൽ കാണുന്നത്. പിന്നെ ഓഫീസറോട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം എടുത്ത ഗ്യാപ്പാണോ അതോ ഇല്ല? അത് ഞാൻ ആക്ച്വലി ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചാണ്, ഇനി ഡാൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പടമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പിടിക്കാതെ നമുക്കൊരു പ്രോപ്പർ ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു. സോ അപ്പോഴാണ് അമലേട്ടൻ്റെ കോൾ വരുന്നത്. ഇതിനകത്തൊരു ഡാൻസ് പരിപാടിയുണ്ട്. അമലേട്ടൻ വിളിച്ചത് നമ്മൾ പിന്നെ ഞാൻ പോയി ഭീഷ്മപർവം ചെയ്തു. പിന്നെ വന്ന സിനിമകളും എനിക്ക് ഒരുപാട് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ പെട്ടെന്നൊരു നായകൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. സോ എന്നെ സംബന്ധിച്ച് സിനിമ ഓഡിയൻസിന് ഞാൻ ചിലപ്പോൾ ഒരു പുതിയ ആളായിരിക്കാം. ഞാൻ ഇതിനു മുമ്പ് ചൈൽഡ്ഹുഡ് ആർട്ടിസ്റ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മുന്നിൽ ഞാൻ ഒരു പുതിയ ആളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു നായകനായിട്ട് ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ അതിന് ടിക്കറ്റ് എടുത്ത ആളുകൾ കയറുന്നതിനൊക്കെ പകരം കുറച്ച് സിനിമകൾ ചെയ്ത് ഒന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ റൈഫിൾ ക്ലബ് ആണെങ്കിലും ഡാൻസ് ഉണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് സീക്വൻസ് ഉണ്ട് പെർഫോമൻസ് ആയിട്ട്, ഐ മീൻ ആക്ടിംഗ് ആയിട്ട്. അതുകൂടാതെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ശരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി. കാരണം ഒരുപാട് ഓഡീഷന് പോയിട്ടുണ്ടെങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിച്ചടാ ഒരു പരിപാടി ഉണ്ട്, നീ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് ഓഡീഷൻ വാ പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ച് ഞാൻ ചെന്നു, പരിപാടിയൊക്കെ ഓക്കെ ആയി. അപ്പോഴും എൻ്റെ മനസ്സിലിതായിരുന്നു, എന്തുകൊണ്ടാണ് ജിത്തു ചേട്ടൻ എന്നെ വിളിക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് ഒരു റോള് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. സോ എന്തോ അതിൻ്റെ ഒരു ഇത്രയും പണിയെടുത്തതിൻ്റെ ഒരു തിരിച്ച റിസൾട്ട് പോലെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഓഫീസർ ഡ്യൂട്ടിയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ഡാൻസോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ വേറൊരു ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യാൻ പറ്റി. സോ അതിനുശേഷം എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയി. ഓക്കെ, ഇനി പടങ്ങൾ വരുമ്പോൾ നല്ല കഥകൾ കേട്ട് നല്ല ജോണേഴ്സ് എടുത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടങ്ങൾ ചെയ്യുക
രീതിയിലൊരു പ്ലാൻ വന്നു. നമ്മളിപ്പോ സിനിമ ചെയ്യുമ്പോഴേ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഇടുന്ന റിവ്യൂസ് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇതിപ്പോ ഇത്രയും സിനിമ കഴിഞ്ഞിട്ട് ഇപ്പൊ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഉൾപ്പെടെ കഴിഞ്ഞ് നിൽക്കുമ്പോ ജനറലി പറയുന്ന റിവ്യൂസ് ഒക്കെ നല്ലത്, പക്ഷെ പേഴ്സണലി കിട്ടിയിട്ടുള്ളതിൽ ആസ് എൻ ആക്ടർ ഓക്കെ ഐ ഓൺ ദ റൈറ്റ് വേ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു റിവ്യൂ ഫ്രം എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു മെന്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ മോർ ദാൻ ദാറ്റ് ഞാൻ എപ്പോഴും എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ മറ്റുള്ളവരുടെ ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കാഴ്ചപ്പാടാണ്. മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ ലോകം ഭയങ്കര ഹ്യൂജ് ആണ്. സോ അതിനകത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാലേ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ചാക്കോച്ചനെ എന്നെ കൊല്ലുന്ന സീക്വൻസ്. സോ ആ ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പെർഫോമൻസ് എന്റെ ചെയറിൽ കെട്ടിയിട്ടുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചാക്കോച്ചൻ ഇത് മോണിറ്ററിൽ കാണുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്ന് മോണിറ്ററിൽ ഇങ്ങനെ നോക്കാൻ നേരത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, ഇങ്ങനത്തെ പരിപാടി പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ പറയില്ല, ഇനി ഇങ്ങനത്തെ ഒക്കെ പിടിച്ചു നന്നായിട്ടുണ്ടോ. അപ്പൊ ചാക്കോച്ചനെ പണ്ടോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് കളിക്കുന്ന മലയാളം ആക്ടർ. അപ്പം പണ്ടോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചാക്കോച്ചനെ ചെറുപ്പം ചെയ്തിട്ടുണ്ട്, ഞാൻ ഉള്ളി പറഞ്ഞായിരുന്നു. സോ അങ്ങനെ ഒരാളുടെ ഒരു നല്ല കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടി എനിക്കൊരു ഓക്കെ ഇവര് പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ ചെയ്തതുകൊണ്ടായിരിക്കാം അവരത് പറയാൻ കാരണം. ചുമ്മാ സൂചിപ്പിച്ചിട്ട് കാര്യമില്ല, എന്നെ സൂചിപ്പിച്ചിട്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ അങ്ങനത്തെ കമന്റ്സ് ആണ് ഞാൻ പേഴ്സണലി എന്റെ മനസ്സിൽ വെക്കാറ്. ഓഡിയൻസ് പറയുന്നതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. സോ അതിൽ നിന്ന് പോസിറ്റീവ് എടുത്തിട്ട് പയ്യെ മുന്നോട്ട് ട്രാവൽ ചെയ്യാം. വാട്ട് ഈസ് ഇറ്റ് ഫോർ യു? ഈ പറഞ്ഞ മാതിരി ആക്ടർ ആവാൻ ആഗ്രഹിച്ച് നടന്നിട്ട് ആക്സിഡന്റൽ ആങ്കറായി, പിന്നെ അങ്ങോട്ട് ഈ മോഡലും ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോഴേ നമ്മളിങ്ങനെ ആക്ടിങ് ഇപ്പൊ ചെയ്ത് തുടങ്ങി ഇങ്ങനെ വരികയാണല്ലോ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചില ആളുകൾ പറയുന്നത്, നമ്മൾ ആരാധിച്ചിരുന്ന ആളുകൾ പറയുന്ന എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ കണ്ട് കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു അവാർഡ് പോലെ. പിന്നെ ഞാനിപ്പം ഇതെന്താണ് ഈ പ്രോസസ്സ്, സിനിമ എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബോൺ ആക്ടർ അല്ല എന്നുള്ളത് എനിക്കറിയാം. എങ്ങനെയാണ് ഈ പ്രോസസ്സ്, ഇതിൽ ഞാൻ വഴങ്ങുമോ, ക്യാരക്ടേഴ്സ് എനിക്ക് പിന്നെ പ്ലേ ചെയ്യാൻ പറ്റുമോ, ഞാൻ അങ്ങനെ പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർ എടുക്കുന്നുണ്ടോ, അത് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഓരോ സിനിമയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ എന്താണ് ഇതിലേക്ക് എത്രമാത്രം ഒരു ആക്ടർ എന്നുള്ള ആ ഒരു ടേമിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം എന്നെ സംബന്ധിച്ച് ഓരോ പാഠപുസ്തകം അല്ലെങ്കിൽ ഓരോ ലെസൺ പഠിക്കുന്ന പോലാണ്. എന്നിട്ട് സീരിയസ് ആയിട്ട് ഓൾറെഡി സീരിയസ് ആണ്. എന്നിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരുപാട് കഥയൊന്നും കേൾക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ആദ്യം ഓർണം നല്ലത് സെലക്ട് ചെയ്യണം. ഇപ്പൊ സിനിമകൾ ചെയ്യാം, സിനിമ എനിക്ക് ഇഷ്ടമാണ്. അപ്പം സിനിമ വന്നാൽ സിനിമ ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. നമ്മളെ ആസ് ആൻ ആക്ടർ പ്രേക്ഷകര് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ലെറ്റ്സ് ഡു ഫിലിംസ്, അല്ലെങ്കിൽ ബാക്കി പിന്നെ എന്നുള്ള അതുവരെ ലെറ്റ്സ് ഗോ വിത്ത് ഫ്ലോ. ഇത് ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ ജീവനെ കൊണ്ട് ഇപ്പൊ ഈ എന്ത് ചെയ്യും എന്നുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുന്ന അല്ലെ പറയണേ. അത്യാവശ്യം സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാത്ത അല്ലെ, അത്യാവശ്യം എന്തും നിങ്ങൾക്ക് കാണുമ്പോഴാണ് സ്റ്റേജ് ഫിയർ ഇല്ലാന്ന് തോന്നുന്നത്. ഞാൻ ഇപ്പോഴും സ്റ്റേജിലേക്ക് കയറുമ്പോൾ എനിക്ക് വിറവലുണ്ടാവും, പക്ഷെ എന്റെ മുഖത്ത് കാണത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ആദ്യത്തെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ചെറിയൊരു പേടി, ഒരു ചെറിയ വിറവലുണ്ടാവും. അത് നല്ലതായിട്ടാണ് കാണുന്നത്. ഇല്ലേ നമ്മള് എല്ലാം ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും, കോൺഫിഡൻസ്. ഞാനതിനെ അങ്ങനെ കാണുന്നത്. കുറെ ആൾക്കാർ ഒരു പെട്ടെന്ന് നമ്മൾ കയറി വരുമ്പം ബഹളം വെച്ചാൽ ഞെട്ടും, ഇറങ്ങി പണി പാളും. ഇപ്പൊ ഞാനെന്തോ പറയാ ആലോചിച്ചൊക്കെ പറഞ്ഞു പോകും. പിന്നെ അപ്പൊ എന്താണ് വരുന്നത്, അങ്ങനെ ഒരു കാര്യം ദൈവം തന്നിട്ടുണ്ടോ എന്തോ കറക്റ്റ് ആയിട്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചതേ, ഇപ്പൊ നമ്മള് ഇപ്പൊ സിനിമയിലാണ് പറയാൻ നമ്മള് നാളെ ഇന്ന ഷോട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നാളെ നമ്മള് പാട്ടാണ് എടുക്കുന്നത്, നാളെ നമ്മള് ഒരു ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏത് വന്നാലും ടെൻഷൻ വരും. ദൈവം ഞാൻ എങ്ങനെ ഒപ്പിച്ചെടുക്കും. ഡാൻസ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ശ്രദ്ധിച്ചാൽ കോളേജ് പ്രൊമോഷന് പോകുമ്പോൾ ഓണം മൂഡിന്റെ ഹുക്ക് സ്റ്റെപ്പ് വരുമ്പോ ഒരു വലിയ സ്റ്റേജിലൊക്കെ കയറുമ്പോ തന്നെ ജീവക്ക് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഓടിച്ചാടി കയറുക, മൈക്ക് എടുക്കുക, മൈക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും കിട്ടൂല. അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ പാട്ടിന്റെ പിള്ളേര് പെർഫോമൻസ് ചെയ്യുക, ഡാൻസ് കളിക്കുന്ന നോക്കുമ്പോ ഞാൻ ഒരു മൂലയിൽ പോയി നിൽക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, കേറി വരുന്നില്ല, ലേബൽ ഉണ്ടല്ലോ ഡാൻസർ റംസാൻ. നിന്റെ സ്നേഹം
ഞാൻ ജീവയോട് ചോദിച്ചു എന്നെ ഹുക്ക് സ്റ്റെപ്സ് ഒന്ന് പഠിപ്പിച്ചു തരാവുന്ന. അപ്പൊ പറഞ്ഞു റംസാൻ പഠിപ്പിക്കും. അപ്പൊ ഞാൻ അതിന് ജീവയോട് ജീവിക്ക് അറിഞ്ഞിട്ട് അത് നമ്മളോട് ചോദിക്കാനുള്ള ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഓർത്തതെല്ലാം പഠിച്ചിട്ടിരിക്കാന്ന്. അതായത് ഒരു മൂടെ ഇരിക്കുമല്ലേ. ഞാൻ മറ്റേ ആപ് കേശോയി ചെയ്യുന്ന സമയത്ത് ധ്യാൻ ചേട്ടൻ്റെ കൂടെ പോയപ്പോ ഇതുപോലെ കോളേജ് പിള്ളേർ ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഹുക്ക് സ്റ്റെപ്പ് ഒന്നും ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടിയുടെ കളിക്കണ കുഞ്ഞോള് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് കളിച്ച് തത്തി കളിക്കണ കുഞ്ഞിപ്പിഴ പോയാൽ മതി. ഇവിടെ അങ്ങനല്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ആ ഹുക്ക് സ്റ്റെപ്പാണ് ഏത് കോളേജിൽ പോയാലും അവർക്ക് എല്ലാം അറിയാം. അപ്പൊ നമ്മള് കാണിയായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. ആ പിന്നെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശബരീഷും ഉണ്ടല്ലോ. ഫുൾ ഫില്ല് ചെയ്തു. എല്ലാ പ്രൊമോഷൻസ് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ശബരീഷ്. അപ്പൊ അത് എടുത്തു പറയേണ്ട ഒരാളാണ്. അയ്യോ പുള്ളി ഉള്ളതുകൊണ്ട് ഞാൻ മൈക്ക് വഴി ഞാൻ മാത്രമല്ല പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് ശബരീഷ് ഓവറോൾ പാക്കേജ് എല്ലാം കിട്ടും. പാട്ട്, ഡാൻസ്, ലിറിക്സ്, കഥ, എല്ലാത്തിലും ഒരു പുള്ളിയുടെ കയ്യൊപ്പ് ഉണ്ടാവും. സ്റ്റേജുകൾ കുറെ ഹാൻഡിൽ ചെയ്യുന്ന കുറെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്തിട്ടൊക്കെ എവിടെയെങ്കിലും ഇപ്പൊ ഈ ആദ്യം എനിക്ക് വീട് പോലത്തെ വെള്ളി വീടുകൾ പരിപാടികൾ ഉണ്ടല്ലോ, കയ്യിന്ന് പോയ സീൻ ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഓർമ്മ നല്ല ഓർമ്മയുള്ള ഓർമ്മ പറ. ഞാനൊരു ലൈവ് ഷോ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാനന്ന് ലവിനെ ബേസ് ചെയ്തിട്ടൊരു ഷോ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് ഗിഫ്റ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഒരു കോളർ വരുന്നു, ആ കോളർ എടുക്കുന്നു. ഹലോ ആരാ? ഞാനാ ചേട്ടാ മഞ്ജു. മഞ്ജു എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുന്നു. മഞ്ജുന്റെ ലവറിന്റെ പേരെന്താ? മനോജ്. ഓ മനോജ്, ഓക്കെ മനോജ്, നിങ്ങൾ പ്രണയം എത്ര നാളെ തുടങ്ങിയിട്ട്, എത്ര വർഷം തുടങ്ങിയിട്ട്, എന്തൊക്കെ ഗിഫ്റ്റ്സ് ആണ് മനോജ് മഞ്ജുര് തന്നിട്ടുള്ളത്? അപ്പൊ ചേട്ടാ എനിക്കാണെങ്കിൽ മനോജേട്ടൻ 2 കുഞ്ഞ് പാവക്കുട്ടികളില്ലേ, പാവക്കുട്ടികളെ എനിക്ക് സമ്മാനമായിട്ട് തന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഇന്നേഴ്സ് ഇത് ഇൻസ്ട്രക്ഷൻ വന്നു, ജീവ നമുക്ക് സെർവർ കട്ടായിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ കോള് കട്ട് ചെയ്തിട്ട് പാട്ട് കയറണം എന്ന് പറഞ്ഞു. സെർവർ എന്തോ ചെറിയ എറർ വന്നു. ഇതെല്ലാം വളരെ പെട്ടെന്ന് ഇത് പറയും, കോള് കട്ട് ചെയ്യുകയും ചെയ്തു. ഹലോ, ഇത് നമ്മൾ കേട്ടല്ലോ, മഞ്ജു പോയി. അപ്പൊ ആ പറഞ്ഞുകൊണ്ട് വന്ന ഫ്ലോ കംപ്ലീറ്റ് പോയിട്ട് അപ്പോ മഞ്ജുവിന് 2 കുഞ്ഞിക്കുട്ടികളെ സമ്മാനമായിട്ട് കൊടുത്ത മനോജിന് പാട്ട്. ഓക്കെ കേറിപ്പോയി, ലൈവ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് മഞ്ജുവോ മനോജോ പിന്നീട് അത് പിന്നെ നമ്മുടെ വിഷയമല്ല. തിരിച്ചും നമ്മൾ അതിന്റെ പറ്റി പറയരുത്. ചിലപ്പോ കുറച്ചുപേരെ അത് കാണും. ഞാനിത് പറഞ്ഞ് ബാക്കി ആൾക്കാരെ കൂടെ അതിനെ അറിയും. അത് പോയല്ലേ, ഏറിപ്പോയില്ല. അത് റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഇനി അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം. മഞ്ജു, സോറി മഞ്ജു എന്നൊക്കെ. ഹലോ മഞ്ജു, നിന്നെയാണോ വിളിച്ചത്? എവിടെ മനോജ്? അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ആങ്കർ ആയിരുന്ന സമയത്ത്, ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്? അത് പിന്നെ ആദ്യം ഫസ്റ്റ് ലൈവ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ ചെയ്തത്, മലയാളത്തിലെ ആദ്യത്തെ ലൈവ് ഷോ. അപ്പൊ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ഒന്നും, ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ഇപ്പൊ നേരത്തെ അങ്ങനത്തെ പറയുന്ന പരിപാടിയൊന്നുമില്ല, എല്ലാം ആക്ഷനിൽ കൂടിയാണ് എല്ലാം കാണിക്കുന്നത്. ബ്രേക്ക് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോ ഒരു ദിവസം ഇങ്ങനെ ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് തുടങ്ങാനായിട്ട് ഞാൻ നോക്കി, അന്ന് എൻ്റെ വാച്ച് എന്തോ സ്ലോ ആയി പോകും എന്നാണ്ടൊക്കെ ചെയ്തു. അപ്പോൾ അവരിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ പറ്റിക്കും, തുടങ്ങിക്കോ എന്ന് തുടങ്ങുമ്പോൾ തുടങ്ങാൻ എനിക്ക് സമയമുണ്ടേ. ചില ആൾക്കാർക്ക് അങ്ങനെ ചുമ്മാ പറ്റിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് തുടങ്ങാം അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ ഇവിടെ പോവാ, ഇത് പോയി കോണർ പോകും. ഞാൻ പിന്നെ അങ്ങനെ പറ്റിക്കാന്ന് നോക്കുന്ന ഹലോ ഗുഡ് ഈവനിങ് തുടങ്ങിയത്. അപ്പൊ അങ്ങനത്തെ അബദ്ധങ്ങൾ. അപ്പൊ എന്റെ അമ്മ ഒരു നിമിഷം ഞാൻ നിനക്ക് വട്ടായി പോയോ. അത്രയും നാള് നമ്മൾ കണ്ടിട്ടുള്ള റംസാൻ ഭയങ്കര ചിരിച്ച് പാട്ടിനൊക്കെ ഡാൻസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണല്ലോ. ഓഫീസ് റൗണ്ട് വീട്ടിൽ നേരെ തിരിച്ചാണല്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും തിയേറ്ററിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നീ ചെയ്തു വെച്ചെങ്ങനെ തീർച്ചയായും എനിക്ക് ഓഫീസ് റൗണ്ട് ഡ്യൂട്ടി ബ്രേക്ക് ആവാൻ കാരണം അതാണ്. ഓഡിയൻസ് എന്നെ വേറൊരു രീതിയിൽ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ ഓക്കെ അവൻ അഭിനയിക്കാൻ തുടങ്ങി, സിനിമയിലൊക്കെ വന്നു തുടങ്ങി, വേറെ ക്യാരക്ടേഴ്സ് ചെയ്തു തുടങ്ങി, ആ ഒരു രീതിയിൽ കണ്ടു തുടങ്ങിയ പടമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർ സിംഗറിൽ പോയപ്പോ ചിത്ര ചേച്ചി പറയുന്നുണ്ടായി, ഓഫീസർ ഡ്യൂട്ടി ആണ് എനിക്ക് നിന്നോട് ദേഷ്യം തോന്നി, ഭയങ്കര വെറുപ്പ് തോന്നി എന്നൊക്കെ. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഈ സിനിമയിൽ ഞാൻ കുറച്ച് പാവമാണ് എന്ന് തോന്നി. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സ് ആണ്, അപ്പൊ അതിൻ്റെതായിട്ട് കിട്ടുന്ന റിവ്യൂസും കാര്യങ്ങളും അതിൻ്റെതായ രീതി തന്നെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓക്കെ ഞാനിപ്പോ പോർട്രേ ചെയ്യുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഇത്തിരി പ്രശ്നമായ ക്യാരക്ടറാണ്. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ തോന്നുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ഓക്കെ സക്സസ് ആയിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ഈ സെയിം പ്രശ്നം 21 ഗ്രാംസിന് ഉണ്ടായിരുന്നു. 21 ഗ്രാംസ് കണ്ടപ്പോ വീടിന്റെ എക്സ്പെക്റ്റീവ് നിനക്ക് ചെയ്യാൻ പറ്റി മോനെ ചോദിച്ചോ ആളുകള്. അത് എന്നോട് സരിഗമ്പ കാണുന്ന കൂടുതലും അമ്മമാരൊക്കെ അല്ലേ, അവര് നേരിട്ട് കാണുമ്പോ അവർ എന്റെ അടുത്ത് വന്ന് ഭയങ്കര വീട്ടിലുള്ള ഒരാളെ പോലെ സംസാരിക്കുന്നത്.
അപ്പൊ ലുലുലൊക്കെ ഒരു അമ്മച്ചി വന്ന് എന്നെ പുറത്തടിച്ചിട്ടുണ്ട്, എന്താണ് കള്ള ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് ഞാൻ എന്തിനാ ലുലു വരുന്നത്, ഞാൻ തിരിച്ചു നോക്കുമ്പോൾ അമ്മൂമ്മയാ എന്താണ് കള്ള ഇവിടെ കള്ളി പിന്നെ ലുലുൽ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കുറെ അമ്മമാര് നീനൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നിയ മോനെ, ആ കുഞ്ഞിനോട് ഇതൊക്കെ ചെയ്യാൻ തോന്നിയത്. അത് ആക്ച്വലി സന്തോഷമാണ്, അത് വർക്കാവുന്നുണ്ടല്ലോ, അത് സെറ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഇതിലും ഏതാണ്ടെന്ന് അറിയാം. അല്ല പക്ഷെ ആ പാട്ടിലിടയ്ക്ക് ഫീൽ ചെയ്യും കേട്ടോ, ആ നിപ്പിലൊക്കെ ഉണ്ട് ഒരു ഞാൻ പറഞ്ഞേ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള പ്രശ്നം, ഇവരുടെ പ്രശ്നം വേറൊരാൾ, അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഞാനാ, അത്രേ ഉള്ളൂ. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അതാണ് സസ്പെൻസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് തേങ്ങായി പറയുന്നത് നോക്കിയിരിക്കും. ഒരു പ്രശ്നത്തിലും ഇല്ലാത്ത എനിക്ക് അവസാനം ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അതാണ് ഒരു പ്രശ്നമില്ലാത്ത എനിക്ക് പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഓരോ ഇൻസിഡന്റ് ഹാപ്പനിങ് ആണ് പടത്തില്. അത് കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് ഇതിനകത്ത്, ഒരുപാടുണ്ട്. ദേവിയേ, ഇത് കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം സോർട്ടഡ് ആവും. എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ആ പ്രശ്നം പരിഹരിച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇത് അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വിഘ്നേഷ് ശിവൻ സിനിമ ഒരെണ്ണം വരുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. അത് ഏറ്റവും കോമഡി. LIKയുടെ മുമ്പത്തെ പേര് LIC എന്നായിരുന്നു. പിന്നെ LICക്കാര് കേസ്. ഈ LIK എന്താ? ലവ് ഇൻഷുറൻസ് കമ്പനി വിത്ത് K. ഓ, LIC നമുക്ക് ഇടാൻ പറ്റാത്തോണ്ട് അപ്പൊ ലവ് ഇൻഷുറൻസ് നമ്മുടെ സാഹസം ഒരു പേരല്ലേ. അതെങ്ങനെയാ നിന്റെ LUCന്ന് തുടങ്ങിയതാണത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പൊ LIK അനിരുദ്ധ് മ്യൂസിക്, രവി വർമ്മൻ ക്യാമറ, ഇതിൽ തന്നെ ഞാൻ വീണു. ബിക്കോസ് ഡെഫിനറ്റ്ലി മാസ്റ്റർ കഴിഞ്ഞിട്ട് തമിഴിലൊരു ബിഗ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടില്ല ഞാൻ. മാസ്റ്റർ കർണൻ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും കണ്ടന്റിന്റെ ഉപരി ചിലപ്പോ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു കരിയർ വൈസ് ഒരു പുഷ് കിട്ടുന്നത്. ബിക്കോസ് മാസ്റ്ററിൽ ഇപ്പോഴും എന്റെ ക്യാരക്ടറിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോർത്ത് ഇന്ത്യ പോയാലും അപ്നെ മാസ്റ്റർ മേ കിയാ നാ വിജയ് के साथ വിജയ് സേതുപതി, ഇപ്പൊ അനിരുദ്ധ് മ്യൂസിക്, എന്താണ് അതല്ലേ ഫൺ. ഐ തിങ്ക് ആസ് എൻ ആക്ടർ അതാണ് നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എൻ്റെ ഒരു ലക്ക് എന്നല്ല, എല്ലാ ഒരു ആക്ടർ എല്ലാ ഭാഷയിലും അഭിനയിക്കുന്ന ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ LIK ഞങ്ങളെ ഷൂട്ടിംഗ് ഇങ്ങനെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ഫിലിമാണ്, അതിൻ്റെതായ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. ഞങ്ങൾക്ക് ഫോറിൻ സ്കെഡ്യൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു, മലേഷ്യ, സിംഗപ്പൂർ, ഗുർഗാവും, അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പം സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പം ഞങ്ങളുടെ റിലീസ് ഉണ്ടാവും. അതിലെൻ്റെ ക്യാരക്ടർ വളരെ ഡിഫറെൻറ്റാണ്. വിക്കി സാറിന് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റണം എന്ന് പറഞ്ഞ് അത്ര എന്താ പറയുക, ശരിക്കും എന്നെ തന്നെ പുഷ് ചെയ്യേണ്ടി വന്നു ഈ പ്രോജക്റ്റിന്. ഇൻ ടേംസ് ഓഫ് ലുക്ക് മെയിൻലി എക്സൈറ്റഡ് ആണ്. അത് ഫണ്ണായിരിക്കും പടം. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആസ് എ കൊറിയോഗ്രാഫർ, ഇപ്പൊ നമ്മൾ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്ന പോലെ അല്ല ഒരു സിനിമയിലെ ഒരു ഭാഗം കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അത് ഭ്രമയുഗം പോലൊരു സിനിമയില് അത് ഹിസ്റ്റോറിക്കൽ എന്നൊക്കെ പറയാലോ, നമുക്കൊരു ഹിസ്റ്ററിയുടെ മൂവി ഹിസ്റ്ററിയുടെ ഭാഗമാണല്ലോ ഭ്രമയുഗം എന്ന് പറയുന്നത്. അതിലൊരു ഭാഗം കൊറിയോഗ്രാഫി ചെയ്യാൻ വിളിക്കുന്നു, അത് കൊറിയോഗ്രാഫി ചെയ്യുന്നു. ഇത് തിയേറ്ററിൽ കണ്ടിട്ട് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവല്ലോ. ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കാരണം യക്ഷിയുടെ സീനൊക്കെ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്ലാസി സാധനങ്ങളായിരുന്നു, ഭയങ്കര രസമായിരുന്നു. നമുക്ക് തിയേറ്ററിലെ വിഷ്വൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. How is it doing? അത് കഴിഞ്ഞിട്ട് ആക്ച്വലി രാഹുലനാണ് എന്നെ വിളിക്കുന്നത്, ഡയറക്ടർ വിളിക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതും, എടാ ഇതൊരു യക്ഷിപ്പടമാണ്, ഇപ്പോൾ യക്ഷിയുടെ ബോഡി ലാംഗ്വേജ് തൊട്ട് യക്ഷി എങ്ങനെ നോക്കും, എങ്ങനെ സെഡ്യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ പാറ്റേൺ നീ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ്. സോ അതൊരു ചലഞ്ചായിരുന്നു ഫസ്റ്റ്. കാരണം ഓക്കെ, മോർ ദാൻ എ കൊറിയോഗ്രാഫി, ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടി സിനിമയിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കേട്ട് ഞാൻ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് പറയാം ചേട്ടാ ഒക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് റെഫറൻസ് നോക്കി. പിന്നെ യക്ഷിയുടെ ബോഡി ലാംഗ്വേജ് കുറച്ച് ഡിഫറെൻ്റ് ആക്കാൻ നോക്കി. കുറച്ച് കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു, അതിനകത്ത് സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സെറ്റിങ്ങിന് വേണ്ടി ഞാൻ രാഹുലിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു അരമണിക്കൂറോളം
നിൽക്കുന്ന ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരാളോട് പറഞ്ഞു നമുക്ക് യക്ഷി വരുന്നത് ഒരു 15 മിനിറ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇപ്പൊ നായകൻ യക്ഷിപ്പടം അല്ല, ഈ പടത്തില് മമ്മൂട്ടിയാണ് നായകൻ എന്നെ അടുത്ത് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മമ്മൂട്ടി പടത്തിലാണ് അപ്പൊ അതൊരു ട്വിസ്റ്റ്. അപ്പൊ പിന്നെ കുറച്ച് റെഫറൻസ് ചേട്ടൻ എനിക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു ഗിവ് ആൻഡ് ടേക്കിൽ ഇങ്ങനെ എങ്ങനെ യക്ഷിനെ പാറ്റേൺ എന്ത് ചെയ്യാം, കോസ്റ്റ്യൂംസ് എന്ത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറച്ച് ഗോൾഡ് പരിപാടിയൊക്കെ നമ്മൾ ആദ്യം നോക്കി. പിന്നെയാണ് പറയുന്നത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. അപ്പൊ നമുക്ക് എനിക്ക് കൺസേൺ ആയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ യക്ഷിയുടെ മൂവ്മെന്റ് ഫുൾ കാർഡാണ്. ആ കാർഡിൽ എന്ത് മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലകളുടെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും, മരത്തിന്റെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നും പോരാണ്ട് ഫുൾ പുല്ലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇവരുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാട്ടിൽ പോകുന്നു, മഴ പെയ്പ്പിച്ച് നോക്കുന്നു, തീയിട്ട് നോക്കുന്നു, പുല്ല് വളർത്തുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. സ്മോക്ക് ഇട്ട് നോക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഏത് രീതിയിലുള്ള സാധനം വരുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ കൂടെ ഞാനും പോയായിരുന്നു ഈ യക്ഷിയുടെ എൻട്രി പരിപാടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സീക്വൻസ് ഞാനിങ്ങനെ എടുത്ത് എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഞാൻ അവരോട് ഒന്ന് കാണിക്കും. അപ്പോൾ എടാ ഇത് വർക്കാണ്, ഇന്ന സംഭവം വർക്കാണ്. അപ്പൊ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി കിട്ടാന്നൊരു ഓക്കെ, നമ്മൾ ചെയ്ത പരിപാടി പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള സാധനം ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. സോ ഞാൻ എടുത്ത പല ഫ്രെയിംസും ആ സിനിമയിലുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രൗഡാണ്. കാരണം ഓക്കെ, നമ്മൾ ആസ് എ കൊറിയോഗ്രാഫറിനെ വിളിച്ചിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു പാറ്റേൺ മാറ്റി പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചാത്തന്റെ ഒരു പരിപാടി ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തപ്പലായിരുന്നു. പിന്നെ അങ്ങനെ എന്റെ ഒരു ഏരിയൽ ആക്ടിന്റെ ഒക്കെ കൊറിയോഗ്രാഫർ ഉണ്ട്, രാജേഷ് ചേട്ടൻ ഉണ്ട്, വെളിയിൽ രാജേഷ് ചേട്ടൻ. അപ്പൊ പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പുള്ളിയുടെ കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇങ്ങനെ റാ പോലെയൊക്കെ ഫുൾ ഒടിച്ച് ചെറുക്കൊത്തയുണ്ട് റാ പോലെ. അപ്പോ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പിള്ളേരാണ് അവിടെ, ഭയങ്കര ടാലന്റഡ് ആണ്. അതിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു പയ്യനെ നോക്കി സെലക്ട് ചെയ്ത് അവനെ വിളിപ്പിച്ച്, പിന്നെ അവനെ ഇങ്ങനെ ഡെഡ് ബോഡിയുടെ ഉള്ളിൽ നിന്നാണല്ലോ വരുന്നത്. പിന്നെ അതെങ്ങനെ ചെയ്യാന്നുള്ളതായി ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു, ബോഡി എടുത്തി പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ നിന്ന് പയ്യനെ കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കാലിറ്റി പരിപാടീസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ആയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആദ്യം ചോദിച്ചത് ഇതിനകത്ത് നീ അവിടെ കൊറിയോഗ്രാഫി ചെയ്തെന്നോ. കൊറിയോഗ്രാഫി പേരുണ്ടല്ലോ, പക്ഷെ ഡാൻസ് ചെയ്തില്ല. കറക്റ്റ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം വന്നോണ്ടിരുന്നത്. പിന്നെ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു, ചെയ്ത പരിപാടിയുടെ ഒരു BTS പരിപാടിയൊക്കെ. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പാറ്റേൺസ് പരിപാടിയാണ് അവൻ ചെയ്തത് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ എന്ത് പുതിയൊരു കാര്യം ചെയ്താലും പെട്ടെന്ന് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നീയാണോ ചെയ്തത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നമ്മളായിട്ട് തന്നെ പറയുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സംഭവം നമ്മൾ പറയുക എന്നുള്ളതാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇങ്ങനെ ചെയ്തതിനൊക്കെ കൊറിയോഗ്രാഫി തന്നെയാണോ പറയുന്നത്? ആക്ച്വലി പേരുകൾ ഒരുപാടുണ്ടെങ്കിലും കൊറിയോഗ്രാഫി ഇസ് ഫൈൻ. ഞാൻ പിക്ചർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പറയാണ്ടിരിക്കാൻ വയ്യ, കാരണം പുള്ളിക്കാരത്തേക്ക് പ്രത്യേക ഒരു അഴകുണ്ട്. ആ ഒരു കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ആദ്യം കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ യക്ഷിയുടെ എൻട്രിയിൽ കുറച്ച് ഡാൻസ് ചെയ്തായിരുന്നു യക്ഷി വന്നത്. അപ്പൊ കോസ്റ്റ്യൂം വരായിരുന്നു. നൗ ഇറ്റ്സ് ടോപ്ലെസ്, ഹെയർ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ നമ്മൾ അത് കുറെ കട്ട് ചെയ്ത് മാറ്റി. അതുകൊണ്ട് പുള്ളിക്കാരത്തിന്റെ എൻട്രിയും പരിപാടിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. മ്യൂസിക് തിയേറ്ററിലെ സ്ക്രീനിൽ കാണുമ്പോഴേ ഫാബുലസ് ആയിരുന്നു. തിരിഞ്ഞൊരു നോട്ടം. അപ്പൊ ഈ ലുക്കിലൊക്കെ ഫുള്ളി ഇൻവോൾവ്ഡ് ആയിരുന്നു പുള്ളിക്കാരൻ. പിന്നെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാന് എന്റെ കയ്യില് രാഹുലേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊണ്ടു തന്നു. അപ്പൊ സ്ട്രെച്ചിങ്ങും പരിപാടീസും വലിച്ചു കീറലൊക്കെ ആയിരുന്നു. കാരണം കാരണം ഈ ഫോറസ്റ്റിൽ നമുക്ക് ചുമ്മാ നടക്കുമ്പോഴും അത്ര ബാലൻസോട് കൂടി നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ തീർന്നു. അപ്പൊ യക്ഷിയല്ലേ, പുള്ളിക്കാരത്തിയുടെ സ്ഥലമാണ്, പുള്ളിക്കാരിയുടെ കേന്ദ്രമാണ്. അങ്ങനെ വിഹാരം നടത്തുന്ന സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഓക്കെ. അപ്പം എന്റെ കൺസേൺ ഇത്ര ഉണ്ടായിരുന്നു. നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുമ്പോൾ പോകാൻ പറ്റണം. ഒരുപാട് എന്താ പറയാ കല്ലും പുല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
അപ്പോൾ ആർട്ടിഫിഷ്യൽ അല്ലാത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തെ അടിപൊളിയായിട്ട് ചെയ്തു. ഈ എഫേർട്ടിന്റെയാണ്, കാരണം അതിന് മുന്നേ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതാരും പറഞ്ഞാൽ കേട്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. ഇല്ല, പക്ഷെ ഫാബുലസ്. ആ ചാത്തൻ ഉൾപ്പെടെ ചാത്തന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പൊ അതുപോലെ ഇതുപോലെ കൈയടിക്കട്ടെ. ഞങ്ങൾ സാഹസം തിയേറ്ററിൽ വരുമ്പോഴും ഓണത്തിന് മുന്നേ വരുന്നതാണ്. ഓണത്തിനും തിയേറ്ററുകളിൽ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കട്ടെ. ഓഗസ്റ്റ് 8-നാണ് റിലീസ്. അപ്പൊ ഓണം സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലായിടത്തും ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓഗസ്റ്റ് 8-ന് സമയം കിട്ടിയാൽ ഇഷ്ടപ്പെട്ടാൽ ഈ സിനിമ ഒന്ന് കാണാം. സമയം കണ്ടെത്തുക ഇത് കാണാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. താങ്ക് യു.